എത്ര നാളായ വ്ളോഗൊക്കെ ഇട്ടിട്ടല്ലേ. ഞാൻ നേരത്തെ തന്നെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് വീഡിയോ ഇല്ലാത്തത്. അങ്ങനെ ഇന്ന് എൻ്റെ അവസാനത്തെ എക്സാമാണ്, ഈ സെമസ്റ്ററിലെ ലാസ്റ്റ് പരീക്ഷ, 9ാമത്തെ എക്സാം. കണക്കാണ്. കണക്കിന് ഞാൻ പണ്ടേ കണക്കായതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എക്സാമോട് ചെല്ലുക, ആൻസർ പേപ്പറിൻ്റെ അകത്ത് പേരും അഡ്രസ്സും എല്ലാം എഴുതി വയ്ക്കുക, എന്നിട്ട് ബാഗ് എടുത്ത് അടുത്ത ട്രെയിനിൽ വീട്ടിൽ പോകും. ഇതാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും സമയം ഏകദേശം 9:45 10 മണിക്കാണ് എക്സാം. ഒത്തിരി ലേറ്റായി, പോവാം. അയ്യോ, അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. എന്തോ പറയണ്ടേ, കംപ്ലീറ്റ് എന്താ ഈ ഒരു കൊല്ലത്തേക്ക് വേണ്ട വെള്ളം മൊത്തം ഞാൻ അതിനകത്ത് ഇരുന്ന് കുടിച്ചു. ഞാൻ പ്രതീക്ഷയോടെ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ എന്തുമായിരിക്കും അവസ്ഥ. അതുപോലെ തന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കഷ്ടപ്പാട് എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ട് ഇറങ്ങി. എൻ്റെ ക്ലാസ്സിലുള്ളവന്മാരെല്ലാം ഒരു 3 മണിക്കൂറിൻ്റെ എക്സാമോ 1 മണിക്കൂർ കൊണ്ട് എല്ലാവരും ഇറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് വീട് പറ്റാൻ നോക്കട്ടെ, ഇരുട്ടുന്നതിന് മുമ്പ് വീട് പറ്റാൻ നോക്കട്ടെ. അങ്ങനെ വീട്ടിൽ വന്ന് കയറി. അയ്യോ, ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇന്ന് നോക്കുമ്പോൾ എന്തോ ഒരു മാറ്റങ്ങളല്ലേ. ഒരു കൊല്ലവേ കഴിഞ്ഞു പോയി. ക്രിസ്മസ് പോയി, ന്യൂ ഇയർ പോയി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹാപ്പി ന്യൂ ഇയർ. ഇടയ്ക്ക് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലൈവ് കാണണമെന്നല്ല, പക്ഷേ സാഹചര്യങ്ങൾ അത്രയ്ക്ക് അനുകൂലമായതുകൊണ്ട് നടന്നില്ല. പിന്നെ എന്തുവായി, ഞാൻ പെട്ടെന്ന് വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇത്രയും ഭാഗം ഇതുവരെ കഴിഞ്ഞ ഭാഗം ചെറുതാക്കി വെച്ചത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ അധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പം കുറേ കഥകളും കാര്യങ്ങളും പറയാനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 10-20 ദിവസത്തിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു പോയി. സത്യം പറഞ്ഞാൽ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വ്ളോഗ് ചെയ്യേണ്ട ദിവസങ്ങൾ, അടിച്ചുപൊളി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ന്യൂ ഇയർ. അയ്യോ, അന്ന് ഞാൻ ഒരു പോസ്റ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് പപ്പാനിയൊക്കെ കത്തിക്കാൻ പോയത്. അയ്യോ, ആ ദിവസം പൊള്ളിയായിരുന്നു. പക്ഷേ ഇപ്പം എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതുകൊണ്ട് വീഡിയോ എടുത്താൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനിപ്പോൾ ന്യൂ ഇയറിന് വീഡിയോ എടുത്താൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളെ വല്ല ഇടാൻ പറ്റത്തുള്ളൂ, ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തത്. പിന്നെന്താ, വേറെ എനിക്ക് കുറച്ച് എന്താ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ ഒരു കൊല്ലം സ്റ്റാർട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ കൊല്ലം സത്യം പറഞ്ഞാൽ കുറച്ച് ഇതായിട്ടാണ്. അയ്യോ, എല്ലാ കൊല്ലവും അങ്ങനെ തീർന്നു പോകുന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെ എന്തോ ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു ലൈഫായിരുന്നു അതുവരെ. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരു തീരുമാനം എടുത്തായിരുന്നു, കണ്ടന്റ് ക്രിയേഷനിൽ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന് കരുതിയാണ് ഞാൻ എന്തെങ്കിലും ഒരു മീഡിയ തുടങ്ങണം. ഞാൻ ആദ്യം കുറേ ഇതൊക്കെ അന്വേഷിച്ചാണ് അവസാനം ഞാൻ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പം നമ്മളിവിടം വരെ എത്തി. ഈ കൊല്ലം അവസാനിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയൊരു ഫാമിലിയായി, സന്തോഷമുണ്ട്. പിന്നെ ഈ കൊല്ലം കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടെ എന്നെ സംബന്ധിച്ചോളം കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ട ഇയറാണ്. കാരണം എന്താ പറഞ്ഞേ, 10-18 വയസ്സ് കഴിഞ്ഞു. ഒരു 21 വയസ്സാകുമ്പോഴത്തേക്കും 10-22 വയസ്സാകുമ്പോഴത്തേക്കും ഒന്ന് സ്വന്തം കാലിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനുവേണ്ടിയുള്ള അടിത്തറ പണിയലാണ് ഈ വരുന്ന 1-2 കൊല്ലം.
മെയിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ വലിയ തള്ളി മറിക്കുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ കണ്ടന്റ് ക്രിയേഷൻ, അതായത് വ്ളോഗല്ല, കുറച്ചും കൂടെ നല്ല എന്തെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ല കണ്ടന്റ് കൊണ്ടുവരണം. പിന്നെ എന്താ പറയുക, നമ്മുടെ സിസ്റ്റം എല്ലാം ഒന്ന് മാറ്റണം. ഞാനിപ്പോൾ കൂടുതലും മുക്കാലും വീഡിയോ ചെയ്യുന്നത് ക്യാമറയ്ക്കല്ല, ഫോണിൻ്റെ അകത്താണ്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ വകുപ്പൊന്നും ഇല്ല. കാരണം പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഒരു വലിയ ഹെവി ക്യാമറ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ടാണ് അപ്പോൾ കംപ്ലീറ്റ് ക്യാമറയിലോട്ട് മാറ്റണം. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം വന്ന് ആകെ നാശകോടാലയായിട്ട് ഇരിക്കുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം ശരിക്കും അങ്ങ് പഴയതായി. വളരെ ഒരു സാധാരണ ബേസിക് ലെവൽ ലാപ്ടോപ്പ്, ഓഫീസ് വർക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലാപ്ടോപ്പാണ്. അത് വെച്ചാണ് ഞാൻ ഇത്രയും കാലം പൊക്കോണ്ടിരുന്നത്. ഒരു 1080p വീഡിയോ ഒക്കെ റെൻഡർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കാലങ്ങൾ എടുക്കും. അതുകൊണ്ട് അതെല്ലാം ഒന്നും മാറ്റി നല്ല സിസ്റ്റം ബിൽഡ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനെല്ലാം നല്ല ഫണ്ട് വേണം. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയാണ്. എനിക്ക് അത്യാവശ്യം എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്, ഫോട്ടോ എഡിറ്റിങ്, ക്യാമറ അത്യാവശ്യം ആ ഒരു ഏരിയയിലൂടെ എക്സ്പെർട്ടൈസ് ഉണ്ട്. അത്യാവശ്യം വലിയ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം അത്യാവശ്യം കുറച്ചായിട്ട് അറിയാം. അപ്പോൾ അത് വെച്ച് അതിലെന്തെങ്കിലും കുറച്ചും കൂടെ ചെയ്ത് കുറച്ച് ഫണ്ട് ഉണ്ടാക്കി ഈ സിസ്റ്റം ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് പ്രതീക്ഷിച്ചു. നമ്മുടെ സെറ്റപ്പ് ഒന്ന് വലുതാക്കണം. ഇതൊക്കെയാണ് ഈ കൊല്ലത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ. ഇത്രക്കുള്ളൂ. ഇതൊക്കെ ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിച്ചാൽ മതി. എന്തായാലും ഈ കൊല്ലത്ത് നമ്മുടെ വ്ളോഗിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഈ ലക്ഷ്യങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്തുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വ്ളോഗിന്റെ മെയിൻ ആയിട്ടുള്ളൊരു തീം. അതിനിടയ്ക്ക് നമ്മൾ പഴയ പോലെ നമ്മുടെ സിനിമയുടെ കാര്യങ്ങളും പിന്നെ അത്യാവശ്യം നമ്മുടെ സാമൂഹിക വിഷയങ്ങളും കാര്യങ്ങളെല്ലാം എൻ്റെ അകത്ത് കാണും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീണ്ടും ഒന്നും കൂടെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു ഹാപ്പി ന്യൂ ഇയർ. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വലിയ തിരക്കില്ലാതെ വീഡിയോസ് വന്നു തുടങ്ങും. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ എക്സാം കഴിഞ്ഞാലോ ഇനി വീണ്ടും ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ഡെയിലി വ്ളോഗ്, നമ്മുടെ ആ പഴയ ഡെയിലി വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ട് എന്തായാലും ചാനൽ ഇത്ര ദിവസം അടച്ചു കൂട്ടിയിട്ട് പോലെ ഇട്ടിട്ടില്ല. എല്ലാവരും തുറന്നൊന്ന് വൃത്തിയാക്കി വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ.